ക്വസ്റ്റ്യൻ നമ്പർ 25. വെക്റ്റർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. വെക്റ്റർ സി ബി ദ പ്രൊജക്ഷൻ വെക്റ്റർ ഓഫ് വെക്റ്റർ ബി ഓൺ ദ വെക്റ്റർ എ. Also modulus of vector a plus vector c is equal to 7. Then we have to find the area of the parallelogram formed by the vectors vector b and vector c. അപ്പോൾ വെക്റ്റർ ബിയും വെക്റ്റർ സിയും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന ഒരു പാരലലോഗ്രമിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആ ഏരിയ കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എടുത്താൽ മതിയാകും. അപ്പോൾ ബി ക്രോസ് സി കണ്ടുപിടിച്ച് മോഡുലസ് എടുക്കുക ആൻസർ ആകും. പക്ഷെ ബി ക്രോസ് സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെക്റ്റർ ബി വേണം, വെക്റ്റർ സി വേണം. വെക്റ്റർ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു അൺനോൺ ക്വാണ്ടിറ്റി ലാംഡയുണ്ട്. വെക്റ്റർ സി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെക്റ്റർ സിയും വെക്റ്റർ ബിയും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്റ്റർ സി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെക്റ്റർ സി എന്ന് പറയുന്നത് പ്രൊജക്ഷൻ വെക്റ്റർ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ബിയുടെ പ്രൊജക്ഷൻ ഓൺ എ ബി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മോഡ് എ. പക്ഷെ ഇത് സ്കെയിലാർ പ്രൊജക്ഷനാണ്, അതായത് ആ വെക്റ്ററിന്റെ നീളമാണ്. ഇത് ഏത് ഡയറക്ഷനിലാണ്? വെക്റ്റർ എയിലേക്കുള്ള പ്രൊജക്ഷനാണ്. അതുകൊണ്ട് തന്നെ വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള വെക്റ്റർ ആയിരിക്കണ്ടേ? അപ്പോൾ അത് കിട്ടാനായിട്ട് ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? അപ്പോൾ ഇതാണ് ദ പ്രൊജക്ഷൻ വെക്റ്റർ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ, അല്ലേ? ബി ഡോട്ട് എ ഡിവൈഡ് ബൈ മോഡ് എ. അതെന്താ? അത് സ്കെയിലാർ പ്രൊജക്ഷൻ, ആ വെക്റ്ററിന്റെ നീളമേ ആയുള്ളൂ. ഇനി ആ നീളത്തിലുള്ള വെക്റ്റർ ആണ് വേണ്ടത്. അത് ഏതിന്റെ ഡയറക്ഷനാ? വെക്റ്റർ എയിലേക്കുള്ള പ്രൊജക്ഷൻ ആയതുകൊണ്ട് വെക്റ്റർ എയുടെ ഡയറക്ഷൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ വെക്റ്റർ എയുടെ ഡയറക്ഷനിൽ ഈ ബി ഡോട്ട് എ ബൈ മോഡ് എ നീളമുള്ള വെക്റ്റർ വേണം. അതായത് ഈ നീളത്തിനെ വെക്റ്റർ എയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാണ് വെക്റ്റർ സി, അല്ലേ? അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. ബി ഡോട്ട് എ എന്താ? ബി ഡോട്ട് എ ബിയും എയുമായിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ലാംഡ പ്ലസ് 8 എന്ന് കിട്ടും, ശരിയല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയേ. വെക്റ്റർ ബിയും വെക്റ്റർ എയും രണ്ടും അവിടെ തന്നിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് എ ഉണ്ട്. മോഡ് എയുടെ സ്ക്വയർ എടുക്കാം. എ എന്ന് പറയുന്ന വെക്റ്റർ തന്നിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അല്ലേ? റൂട്ട് 9 3 എന്നല്ലേ കിട്ടുക? അപ്പോൾ മോഡ് എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 എന്നല്ലേ കിട്ടുക? അപ്പോൾ ലാംഡ പ്ലസ് 8 ഇൻറ്റു 9. പിന്നെ എവിടെ ഒരു വെക്റ്റർ എ ഉണ്ട്, ശരിയാണല്ലോ? അപ്പോൾ ഇതാണ് ശരിക്കും വെക്റ്റർ സി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ലാംഡ എന്ന് പറയുന്ന അൺനോൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ലാംഡ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അടുത്ത കണ്ടീഷൻ എടുക്കാം. എന്താ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ സി ഇസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അതായത് മോഡുലസ് ഓഫ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ സി. വെക്റ്റർ സി ഇപ്പോൾ കിട്ടി. ലാംഡ പ്ലസ് 8 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു വെക്റ്റർ എ. ഇതാണ് 7 ആയിട്ട് വന്നിരിക്കുന്നത്, അല്ലേ? ഇംപ്ലൈസ് മോഡുലസ് ഓഫ്, ഇവിടെ നമുക്ക് എൽ സി എം ഒക്കെ എടുത്ത് ഒന്ന് ആഡ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 9 പ്ലസ് 8, അല്ലേ? 17 പ്ലസ് ലാംഡ. ലാംഡ പ്ലസ് 17 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു വെക്റ്റർ എ, അല്ലേ? അതാണ് ഈക്വൽ ടു 7. ഇംപ്ലൈസ് മോഡ് ലാംഡ പ്ലസ് 17 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇംപ്ലൈസ് മോഡ് ലാംഡ പ്ലസ് 17 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ എ, അത് 3 ആണെന്ന് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 7. 3യും 9ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 3 കിട്ടും. സോ മോഡുലസ് ഓഫ് ലാംഡ പ്ലസ് 17 ഇസ് ഈക്വൽ ടു 21 എന്ന് കിട്ടും. മോഡ് മാറ്റിയാൽ പ്ലസ് ഓർ മൈനസ് 21 വേണം. സോ ലാംഡ പ്ലസ് 17 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 21. അപ്പോൾ അവിടെ നിന്ന് ലാംഡ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 21 മൈനസ് 17 എന്ന് കിട്ടും, അല്ലേ? പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ലാംഡ 4 എന്ന് കിട്ടും. മൈനസ് എടുത്താൽ ലാംഡ മൈനസ് 38 എന്ന് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലാംഡ ഗ്രേറ്റർ ദാൻ 0, ലാംഡ പോസിറ്റീവ് ആണ്, അല്ലേ? ലാംഡ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ലാംഡയുടെ വാല്യൂ അപ്പോൾ 4 ആയിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുക. അപ്പം ലാംഡയുടെ വാല്യൂ കിട്ടി. ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇനി വെക്റ്റർ ബി ധൈര്യത്തിൽ എഴുതി വെക്കാം, അല്ലേ? അപ്പോൾ വെക്റ്റർ ബി എന്താ കിട്ടുക? therefore വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ലാംഡ ഐ, അതായത് 4i പ്ലസ് 4k. അപ്പോൾ ബി കിട്ടി. ഇനി നമുക്ക് വെക്റ്റർ സിയും കൂടെ എഴുതാം. വെക്റ്റർ സി എങ്ങനെയാ?
ഇതല്ലേ വെക്റ്റർ സി എന്ന് പറയുന്നത്. ലാംഡ പ്ലസ് 8 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു വെക്റ്റർ എ. അപ്പോൾ 4 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു വെക്റ്റർ എ. വെക്റ്റർ എ നമുക്ക് തന്നിട്ടുണ്ട് i പ്ലസ് 2j പ്ലസ് 2k. കണ്ടോ? അതായത് 12/9 അല്ലെ. 12/9 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4/3 കിട്ടും. സോ 4/3 ഇൻറ്റു i പ്ലസ് 2j പ്ലസ് 2k. അപ്പോൾ സിയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ബി ക്രോസ് സി വേണം. അപ്പൊ ബി ക്രോസ് സി എടുക്കാം. ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു 4i പ്ലസ് 4k ആണ് ബി എന്ന് പറയുന്നത്. ക്രോസ് സി എന്ന് പറയുന്നത് 4/3 ഇൻറ്റു i പ്ലസ് 2j പ്ലസ് 2k അല്ലേ. അതായത് 4/3 ഇങ്ങ് മാറ്റാം. ആ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യാം. ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് റോ i j k ആണല്ലോ. സെക്കൻഡ് റോ 4 0 4. തേർഡ് റോ 1 2 2 വിച്ച് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് -8i മൈനസ് 4j പ്ലസ് 8k എന്നാണ് കിട്ടുക. അപ്പൊ ഏരിയ വേണം അല്ലെ. therefore ഏരിയ ഇസ് ഈക്വൽ ടു പാരലലോഗ്രമിന്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് ബി ക്രോസ് സി എടുത്താൽ പോരെ. മോഡുലസ് ഓഫ് ബി ക്രോസ് സി അതായത് മോഡുലസ് ഓഫ് 4/3 ഇൻറ്റു -8i മൈനസ് 4j പ്ലസ് 8k എന്ന് കിട്ടും. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4/3യുടെ മോഡുലസ് 4/3 തന്നെ. ആ വെക്ടറിന്റെ മോഡുലസ് എടുക്കാൻ റൂട്ട് ഓഫ് -8ന്റെ സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 16 എന്ന ആൻസർ കിട്ടും. സോ ഫൈനൽ ആൻസർ എത്രയാണ്? 16 ആണ്.